പ്രാപ്തിസമ അപ്രാപ്തിസമ എന്ന രണ്ട് ജാതികളുടെ ലക്ഷണം പറയുന്ന സൂത്രമാണ് ഇനി എടുക്കുന്നത്. ഇത് 5-ാം അധ്യായത്തിലെ 1-ാം ആത്മീകത്തിൽ 7-ാമത്തെ സൂത്രമാണ്. ഈ ഒരു സൂത്രം പ്രാപ്തിസമ എന്നും അപ്രാപ്തിസമ എന്നുമുള്ള രണ്ട് ജാതികളുടെ ലക്ഷണം പറയുന്നു. പ്രാപ്യ സാധ്യം അപ്രാപ്യവാ ഹേതോ പ്രാപ്യ അവിശിഷ്ടത്വാത് അപ്രാപ്യ അസാധകത്വാച്ച പ്രാപ്യപ്രാപ്യസമോ. സാധ്യം പ്രാപ്യ അപ്രാപ്യ വാ. ഹേതുവിനെ പറ്റിയാണ് പറയുന്നത്. ഹേതു സാധ്യത്തെ പ്രാപിച്ചിട്ടോ പ്രാപിക്കാതെയോ പ്രാപ്യവാ അപ്രാപ്യവാ. ഹേതു സാധ്യത്തെ പ്രാപിച്ചിട്ടോ പ്രാപിക്കാതെയോ സാധ്യത്തെ സാധിക്കുന്നുവെങ്കിൽ ഹേതോ ഹേതുവിന് പ്രാപ്തിയ അവിശിഷ്ടത്വാത് പ്രാപ്തി കൊണ്ട് അവിശിഷ്ടത്വം വരുന്നു. സാധ്യത്തെ പ്രാപിച്ചിട്ടാണ് എങ്കിൽ സാധ്യത്തിനും ഹേതുവിനും തമ്മിൽ വ്യത്യാസമില്ല എന്നർത്ഥം. വിശിഷ്ടത്വം എന്ന് പറയുന്നത് വ്യത്യാസം, വിശേഷം എന്ന് പറയുന്നത് വ്യത്യാസത്തെ ഭേദത്തെയാണ്. അവിശിഷ്ടത്വം എന്ന് പറഞ്ഞാൽ വ്യത്യാസമില്ലായ്മയാണ്. അപ്പൊ പ്രാപ്തി കൊണ്ടാണ് ഹേതു സാധ്യത്തെ സാധിക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ ഹേതുവിനും സാധ്യത്തിനും തമ്മിൽ വ്യത്യാസം ഇല്ല. ഇതാണ് വാദം. ഇനി അപ്രാപ്തി കൊണ്ടാണെന്ന് പറഞ്ഞാലോ, ഹേതു സാധ്യത്തെ പ്രാപിക്കാതെയാണ് സാധ്യത്തെ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹേതു സാധ്യത്തെ പ്രാപിക്കുന്നില്ല എങ്കിൽ ആ ഹേതുവിന് സാധ്യ സാധകത്വവും ഇല്ല എന്ന് വാദം. അപ്രാപ്യ അസാധകത്വാച്ച അപ്രാപ്തി കൊണ്ടാണെങ്കിൽ അവിടെ അസാധകത്വം കൊണ്ടും സാധകം അല്ലായ്മ കൊണ്ടും പ്രാപ്യപ്രാപ്തിസമവും പ്രാപ്തിസമ അപ്രാപ്തിസമ എന്ന രണ്ട് ജാതികൾ ഉദ്ഭവിക്കുന്നു, ഉന്നയിക്കപ്പെടുന്നു എന്നർത്ഥം. പ്രാപ്തി എന്നാൽ സംബന്ധം, സംബന്ധത്തെയാണ് പ്രാപ്തി എന്ന് പറയുന്നത്. ഇപ്പൊ പ്രാപ്തി കൊണ്ടാണോ എന്ന ചോദ്യത്തിന് ഹേതു സാധ്യത്തോട് സംബന്ധപ്പെട്ടിട്ടാണോ സാധ്യത്തെ സാധിക്കുന്നത്, അപ്രാപ്യവ പ്രാപിക്കാതെയാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം. അതിന്റെ താല്പര്യം സാധ്യത്തോട് സംബന്ധം ഇല്ലാതെ ഇരുന്നിട്ടാണോ ഹേതു സാധ്യത്തെ സാധിക്കുന്നത്. ഇതാണ് രണ്ട് ചോദ്യങ്ങളുടെ താല്പര്യം. അപ്പൊ സാധ്യത്തോട് സംബന്ധപ്പെട്ടാണോ സംബന്ധപ്പെടാതെയാണോ ഹേതു സാധ്യത്തെ സാധിക്കുന്നത്. ഇതിൽ സംബന്ധം എന്ന് പറയുന്നത് രണ്ട് പദാർത്ഥങ്ങൾക്ക് പരസ്പരം ഉള്ളതാണ്. ഒരു പദാർത്ഥത്തിന് വേറൊരു പദാർത്ഥത്തോട് ഏകപക്ഷീയമായി സംബന്ധം ഉണ്ടാകാൻ സാധിക്കില്ല. സംബന്ധം എപ്പോഴും രണ്ട് പദാർത്ഥങ്ങൾ തമ്മിൽ പരസ്പരം ഉള്ളതാണ്. ഇങ്ങനെ സംബന്ധത്തിന്റെ പാരസ്പര്യം ഹേതുവായിട്ട് സംബന്ധം ഉണ്ട് എങ്കിൽ ഹേതുവിനും സാധ്യത്തിനും തമ്മിൽ ഭേദമില്ല. ഹേതുവിന് സാധ്യത്തോട് സംബന്ധം ഉണ്ടായിട്ടാണ് അത് സാധ്യത്തെ സാധിക്കുന്നത് എങ്കിൽ അവിടെ ഹേതുവിനും സാധ്യത്തിനും തമ്മിൽ ഭേദം ഇല്ല. ഈ രണ്ടിൽ സാധ്യമേത് ഹേതുവേത് എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ഏതിനും മറ്റേതിൻ്റെ ഹേതുവാകാം.
ഏതിനും മറ്റേതിന്റെ സാധ്യവുമാവാം. ഇപ്പൊ സാധ്യസാധക ഭാവം സുനിശ്ചിതമല്ലാതെ വരുന്നു, സംബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശബ്ദം കുടം പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് തിരിച്ചും പറയാം. കുടം പോലെയാണ് ശബ്ദമെങ്കിൽ ശബ്ദം പോലെയാണ് കുടം, അതല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ശബ്ദത്തിന്റെ അനിത്യത്വം സന്ദിഗ്ധമായിരിക്കുന്നത് കൊണ്ട് ഇനി സാധിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ കുടത്തിന്റെ അനിത്യത്വവും അതുപോലെ തന്നെ സന്ദിഗ്ധമായതുകൊണ്ട് ഇനി സാധിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുടം ശബ്ദം പോലെയാണ്. കുടം ശബ്ദം പോലെ ആയതുകൊണ്ട്, ശബ്ദം കുടം പോലെ ആയതുകൊണ്ട് കുടം ശബ്ദം പോലെയാണ്. കുടം ശബ്ദം പോലെ ആയതുകൊണ്ട് കുടത്തിന്റെ അനിത്യത്വം ശബ്ദത്തിന്റെ അനിത്യത്വം പോലെ തന്നെ സന്ദിഗ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി സാധിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ജാതിവാദിയുടെ അഭിപ്രായം. ഇനി അങ്ങനെയല്ല എന്ന് പറഞ്ഞാലോ, കുടത്തിന്റെ അനിത്യത്വം ശബ്ദത്തിന്റെ ഇതുപോലെ സന്ദിഗ്ധമല്ല എന്ന് പറയുന്നുവെങ്കിൽ, എന്നാൽ ശബ്ദം കുടം പോലെയല്ല എന്നും വരുന്നു. ഇങ്ങനെ ഈ സംബന്ധത്തിന്റെ പരസ്പരതയെ അടിസ്ഥാനപ്പെടുത്തി സാധ്യഹേതുക്കളുടെ എല്ലാ ധർമ്മങ്ങൾക്കും അഭേദം കൽപ്പിക്കുന്നു. സംബന്ധമുണ്ടെങ്കിൽ സംബന്ധത്തിന്റെ പാരസ്പര്യം കാരണം ഹേതുവും സാധ്യവും തമ്മിൽ ഭേദമില്ല. ഹേതുവും സാധ്യവും തമ്മിൽ ഭേദമില്ലാത്തത് കൊണ്ട് സാധ്യത്തിലെ എല്ലാ ധർമ്മങ്ങളും ഹേതുവിലുണ്ട്, ഹേതുവിലെ എല്ലാ ധർമ്മങ്ങളും സാധ്യത്തിലുണ്ടായിരിക്കണം. ഇങ്ങനെ സർവസാധർമ്മ്യം കൽപ്പിച്ചിട്ട് ആണ് ജാതിവാദി എതിർക്കുന്നത്. അങ്ങനെ സാധ്യഹേതുക്കളുടെ എല്ലാ ധർമ്മങ്ങൾക്കും അന്യോന്യം ഭേദമില്ലായ്മ കൽപ്പിച്ച് ഹേതുവിൽ സിദ്ധമായ ധർമ്മത്തിനു കൂടി സാധ്യത്തിലെ പോലെ സന്ദിഗ്ധത്വം കൽപ്പിച്ച് എതിർക്കുന്നതാണ് പ്രാപ്തി സമജാതി. ഇങ്ങനെ രണ്ട് ജാതികളിൽ ഒന്നായ പ്രാപ്തി സമജാതി പറഞ്ഞു. ഇനി അപ്രാപ്തി സമ. ഹേതു സാധിക്കുന്നത്, സാധ്യത്തെ സാധിക്കുന്നത് അത് സാധ്യത്തെ പ്രാപിച്ചോ പ്രാപിക്കാതെയോ, സാധ്യത്തോട് സംബന്ധപ്പെട്ടോ സംബന്ധപ്പെടാതെയോ എന്ന പ്രശ്നത്തിൽ പ്രാപിച്ചിട്ട് എന്ന പക്ഷത്തിലാണ് പ്രാപ്തി സമജാതി ഉന്നയിച്ചത്. ഇനി പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ, പ്രാപിക്കാതെയാണ് സാധ്യത്തെ സാധിക്കുന്നത്, സംബന്ധപ്പെടാതെയാണ് ഹേതു സാധ്യത്തെ സാധിക്കുന്നത് എന്ന് പറഞ്ഞാലോ, അങ്ങനെ പ്രാപിക്കുന്നില്ല എങ്കിൽ അത് സാധനം ആകുകയില്ല, ഹേതു ആകുന്നില്ല. ഹേതുവാണ് സാധനം, സാധ്യത്തിന്റെ സാധനമാണല്ലോ ഹേതു. അപ്പോൾ അത് അസാധകത്വം എന്ന് പറഞ്ഞാൽ ഹേതുത്വം ഇല്ലായ്മയാണ്. അത് ഹേതുവല്ല, സംബന്ധപ്പെടുന്നില്ല എങ്കിൽ അത് ആ സാധ്യത്തിന്റെ ഹേതുവല്ല എന്ന അഭിപ്രായം. പ്രാപിക്കാത്ത വിളക്ക് ഇരുട്ട് നീക്കില്ല. ആദ്യം വിളക്കിനെ പ്രാപിക്കണം. പ്രാപിച്ച വിളക്ക് മാത്രമേ ഇരുട്ട് നീക്കുള്ളൂ, പ്രാപിക്കാത്ത വിളക്ക് ഇരുട്ട് നീക്കില്ല. അതുപോലെ തന്നെയാണ് എല്ലായിടത്തും പ്രാപിച്ച ഹേതുവിനും മാത്രമേ സാധ്യത്തെ സാധിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തതിന് സാധിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ എതിർക്കുന്നതാണ് അപ്രാപ്തി സമ ജാതി. പ്രാപ്തി കൊണ്ട് ഖണ്ഡിക്കുന്നത് പ്രാപ്തി സമ, അപ്രാപ്തി കൊണ്ട് ഖണ്ഡിക്കുന്നത് അപ്രാപ്തി സമ. ഖണ്ഡിക്കുന്നത് എന്നിവിടെ പറയുന്നത് ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നതിനെയാണ്. വാസ്തവത്തിൽ ഖണ്ഡനം നടക്കുന്നില്ല. അപ്പൊ ഖണ്ഡിക്കുന്നത് എന്ന് പറഞ്ഞാലും
ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നത് എന്ന അർത്ഥമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ദേവയ്ക്ക് ഉത്തരം, ഇത് രണ്ടും അയുക്തമാണ്. സാധ്യം, ഹേതു സാധ്യത്തെ പ്രാപിച്ചിട്ടും പ്രാപിക്കാതെയും സാധ്യസിദ്ധി വരുത്തുന്നത് നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട്. പ്രാപിച്ചിട്ടാണോ പ്രാപിക്കാതെയാണോ? പ്രാപിച്ചിട്ടാണെങ്കിൽ അതിനൊരു ജാതി ഉന്നയിക്കുക, പ്രാപിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ജാതി ഉന്നയിക്കുക. ഈ രണ്ട് ജാതികളും നിരർത്ഥകമാണ്. കാരണം ഈ രണ്ട് വിധത്തിലും ഹേതു സാധ്യത്തെ സാധിക്കുന്നത് നമുക്ക് അനുഭവം ഉണ്ട്. കുടം ഉണ്ടാക്കുന്നു. കുടം ഉണ്ടാക്കുമ്പോൾ കുംഭകാരൻ, ആ കുംഭകാരന്റെ ഉപകരണങ്ങളായ ദണ്ഡം, ചക്രം ഇവയെല്ലാം മണ്ണിനെ പ്രാപിച്ചിട്ടാണ് മണ്ണിനെ കുടമാക്കി മാറ്റുന്നത്. കുംഭകാരനും ദണ്ഡചക്രങ്ങളും മണ്ണിനെ പ്രാപിച്ചിട്ടാണ് മണ്ണിനെ കുടമാക്കി മാറ്റുന്നത്. കുംഭകാരനും ദണ്ഡചക്രങ്ങളുമാണ് ഹേതു, കുടമാണ് സാധ്യം. അത് മണ്ണിനെ പ്രാപിച്ചിട്ടാണ് സാധിച്ചത്. മണ്ണിനെ പ്രാപിച്ച് ആ മണ്ണിനെ കുടമാക്കി മാറ്റി. അപ്പോ പ്രാപിച്ച് സാധ്യത്തെ സാധിക്കുന്നതിൻ്റെ ഉദാഹരണം നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇനി ആഭിചാരം ചെയ്ത് ഒരാളെ പീഡിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുന്നിടത്ത് ഈ ആഭിചാരകനോ അയാളുടെ ഉപകരണങ്ങളോ സാധ്യനെ പ്രാപിക്കുന്നില്ല. സാധ്യൻ എന്ന് പറയുന്നത് ആഭിചാരത്തിന്റെ പീഡ അനുഭവിക്കുന്ന ആൾ, ആഭിചാരത്തിന് ഇരയാകുന്ന ആളാണ്. ആഭിചാരകൻ ആഭിചാരത്തിനിരയാകുന്ന ആളെ പ്രാപിക്കുന്നില്ല. ദൂരെ എവിടെയോ ഇരുന്നിട്ടാണ് അയാൾ ആഭിചാരം ചെയ്യുന്നത്. സാധ്യന് പീഡ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതും എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ പ്രാപിച്ചും സാധ്യസിദ്ധി ഉണ്ടാവാം, പ്രാപിക്കാതെയും സാധ്യസിദ്ധി ഉണ്ടാകാം. ഈ രണ്ട് പക്ഷത്തിലും ഹേതുവിന് സാധ്യസാധന സാമർഥ്യം ഉണ്ട് എന്ന് അനുഭവമാകുന്നു. ആ സാമർഥ്യത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്രാപിക്കാതെയാണെങ്കിൽ അതിന് സാധകത്വം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഈ രണ്ട് ജാതികളെയും നിരാകരിക്കുന്നു. അതിൻ്റെ സൂത്രം ഉണ്ട്. ഘടാതി നിഷ്പത്തി ദർശനാത് പീഡനേജ ആഭിചാരാത് അപ്രതിഷേധ. ഘടാതി നിഷ്പത്തി ദർശനാത്, ഘടം മുതലായവയുടെ നിഷ്പത്തി കാണുന്നത് കൊണ്ട്, നിഷ്പത്തി ആവിർഭാവം, ഉണ്ടായി വരിക എന്നത്. ഇപ്പൊ കുടമുണ്ടായി വരുന്നു, കുടമുണ്ടാകുന്നു. കുടമുണ്ടാകുന്നു എന്ന് പറയുന്നിടത്ത് കുംഭകാരനും ദണ്ഡചക്രങ്ങളും മണ്ണിനെ പ്രാപിച്ച് ആ മണ്ണിൽ പ്രയത്നിച്ച് കുംഭകാര പ്രയത്നം കൊണ്ട് മണ്ണ് കുടമായിട്ട് മാറുന്നു. എങ്ങനെ? ഘടാതി നിഷ്പത്തി. ഇത് നമുക്ക് പ്രത്യക്ഷ വിഷയം ആകുന്നു, പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നു. ഇതുപോലെ പീഡനേജ ആഭിചാര, ആഭിചാരാത് പീഡനേജ, ആഭിചാരം കൊണ്ട് പീഡ ഉണ്ടാക്കുന്നിടത്ത് ഉപദ്രവം, പീഡ ഉപദ്രവം, ആഭിചാരം കൊണ്ട് ഉപദ്രവം ഉണ്ടാകുന്നിടത്തും ഇത് നമ്മൾ കാണുന്നു. അവിടെയും ഹേതു, അവിടെ ഹേതു സാധ്യനെ പ്രാപിക്കാതെയാണ് ആ പീഡ ഉണ്ടാക്കിയത്. ഇങ്ങനെ പ്രാപിച്ചും പ്രാപിക്കാതെയും ഹേതു സാധ്യത്തെ സാധിക്കുന്നതായിട്ട് കാണുന്നത് കൊണ്ട് അപ്രതിഷേധ, ഈ പ്രതിഷേധം ഫലിക്കുന്നില്ല. ഇത് ഹേതുവിൻ്റെ ഹേതുത്വത്തെ പ്രതിഷേധിക്കാൻ പര്യാപ്തമല്ല.
ഹേതു പ്രതിഷേധിക്കപ്പെടുന്നില്ല. പ്രതിവാദിയുടെ പ്രതിഷേധം ഹേതുവിൽ ഫലിക്കുന്നില്ല എന്ന് താല്പര്യം. ഇനി പ്രസംഗസമ, പ്രതിദൃഷ്ടാന്ത സമ എന്ന രണ്ട് ജാതികളുടെ ലക്ഷണം പറയുന്നു. ദൃഷ്ടാന്തസ്യ കാരണ അനപദേശാത് പ്രത്യവസാനാച്ച പ്രതിദൃഷ്ടാന്തേന പ്രസംഗ പ്രതിദൃഷ്ടാന്ത സമവും. ദൃഷ്ടാന്തസ്യ കാരണ അനപദേശാത് പ്രത്യവസാനാച്ച പ്രതിദൃഷ്ടാന്തേന പ്രത്യവസ്ഥാനാച്ച പ്രതിദൃഷ്ടാന്തേന പ്രസംഗ പ്രതിദൃഷ്ടാന്ത സമം. ദൃഷ്ടാന്തസ്യ ദൃഷ്ടാന്തത്തിന്റെ കാരണ അനപദേശാത്, കാരണം നമ്മൾ പറയുന്നത് ജ്ഞാപക കാരണത്തെയാണ്. എന്താണ് ജ്ഞാപക കാരണം? ജ്ഞാപക കാരണം എന്ന് പറയുന്നത് പ്രമാണമാണ്. അപ്പൊ ദൃഷ്ടാന്തത്തിന്റെ കാരണ അനപദേശാത്, അപദേശം എന്ന് പറഞ്ഞാൽ പറയുക എന്നത്, അനപദേശം പറയാതിരിക്കൽ. ദൃഷ്ടാന്തസ്യ അനപദേശാത്, ദൃഷ്ടാന്തത്തിന്റെ ജ്ഞാപക കാരണം പറയാത്തതുകൊണ്ടും പ്രതിദൃഷ്ടാന്തേന പ്രത്യവസ്ഥാനാച്ച, പ്രതിദൃഷ്ടാന്തം കൊണ്ട് പ്രത്യവസ്ഥാനം ചെയ്യുന്നത് കൊണ്ടും ഖണ്ഡിക്കുന്നത് കൊണ്ടും പ്രസംഗസമ പ്രതിദൃഷ്ടാന്തസമ എന്ന രണ്ട് ജാതികൾ ഉണ്ടാകുന്നു. ദൃഷ്ടാന്തത്തിന്റെ കാരണം പറയായിക കാണിച്ച് എതിർക്കുന്നത് പ്രസംഗസമ, പ്രതിദൃഷ്ടാന്തം കൊണ്ട് ഖണ്ഡിച്ച് കാണിക്കുന്നത് പ്രതിദൃഷ്ടാന്ത സമം. ദൃഷ്ടാന്തത്തിന്റെ കാരണം പറയായിക എന്നത് നോക്കാം. അത് പ്രസംഗസമ ജാതിയാണ്. അപ്പൊ സാധ്യത്തിൽ ദൃഷ്ടാന്തത്തിലെ ഇന്ന ധർമ്മമുണ്ട് എന്ന് വാദി പറയുമ്പോൾ ദൃഷ്ടാന്തത്തിൽ ആ ധർമ്മമുണ്ട് എന്നതിന് എന്താണ് പ്രമാണം എന്ന് ചോദിക്കുന്നു. സാധ്യത്തിൽ ഇന്ന ധർമ്മമുണ്ട്, അതിനെ സാധിക്കാൻ വേണ്ടി ദൃഷ്ടാന്തം കാണിച്ച ഈ ദൃഷ്ടാന്തത്തിൽ ഇതുപോലെയാണ് സാധ്യത്തിലും എന്ന് കാണിച്ചിട്ടാണ് സാധിക്കുന്നതല്ലോ. അതിനുവേണ്ടി വാദി ദൃഷ്ടാന്തം ഉന്നയിക്കുമ്പോൾ, ദൃഷ്ടാന്തത്തിൽ ഇന്ന ധർമ്മമുണ്ട് എന്ന് വാദി പറയുമ്പോൾ പ്രതിവാദി ജാതിവാദി ചോദിക്കുന്നു, ദൃഷ്ടാന്തത്തിൽ ആ ധർമ്മമുണ്ട് എന്നതിന് എന്താണ് പ്രമാണം? അയാൾ പ്രമാണം പറയാൻ പോണെന്ന് വിചാരിക്കുക. വാദി വല്ല പ്രമാണവും പറഞ്ഞാൽ ജാതിവാദി ചോദിക്കും, ആ പ്രമാണത്തിന് എന്താണ് പ്രമാണം? അതിന് പ്രമാണം കാണിച്ചാൽ പിന്നെയും ചോദിക്കും, ആ പ്രമാണത്തിന് എന്താണ് പ്രമാണം? ഇങ്ങനെ അവസാനമില്ലാതെ പ്രമാണം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചോദിച്ച് അനവസ്ഥ ഉണ്ടാകും. ഒരിക്കലും തീരുമാനം പറയുക, അതാണ് അനവസ്ഥ, അവസാനിക്കുക. ഇങ്ങനെ നിലയ്ക്കാതെ പ്രമാണം ചോദിച്ച് കൊണ്ട് ഇരിക്കുന്നതാണ് ഈ പ്രസംഗസമ എന്ന ജാതി. പ്രതിദൃഷ്ടാന്ത സമ ജാതി, പ്രതിദൃഷ്ടാന്തം കൊണ്ട് ഖണ്ഡിക്കുന്നതാണ് പ്രതിദൃഷ്ടാന്ത സമജാതി. ഉദാഹരണം, ശബ്ദം അനിത്യമാണ്, പ്രയത്നം കൊണ്ട് പ്രകടമാകുന്നത് കൊണ്ട്. പ്രയത്നം കൊണ്ട് ശബ്ദം ഉണ്ടാകുന്നു, വിറക് കയറുമ്പോൾ ഉണ്ടാകുന്നു, ചെണ്ട കൊട്ടുമ്പോൾ ഉണ്ടാകുന്നു, ഇവിടെല്ലാം പ്രയത്നം നടക്കുന്നു. അപ്പൊ നമുക്ക് പ്രയത്നം ചെയ്ത് ശബ്ദത്തെ ഉണ്ടാക്കാം. അതുകൊണ്ട് ശബ്ദം അനിത്യമാണ് എന്നാണ് വാദം. പ്രയത്നത്താൽ പ്രകടമാകുന്നത് കൊണ്ട് ശബ്ദം അനിത്യമാണ്, ഇതാണ് വാദം. അതിന് ദൃഷ്ടാന്ത ഉദാഹരണം പറയുന്നു, കുടം പോലെ. കുടം പ്രയത്നം കൊണ്ടുണ്ടാകുന്നതാണ്, അത് അനിത്യവുമാണ്.
അതുപോലെ ശബ്ദവും പ്രയത്നം കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് കുടം പോലെ അനിത്യമാണ് എന്ന് വാദം. അപ്പൊ അതിന് പ്രതിദൃഷ്ടാന്തം കാണിച്ച് എതിർക്കുന്നു. ശബ്ദം നിത്യമാണ് പ്രയത്നം കൊണ്ട് പ്രകടമാകയാൽ ആകാശം പോലെ. പ്രയത്നം കൊണ്ട് പ്രകടമാകുന്നു എന്ന അംശത്തെ അംഗീകരിക്കുന്നു. ആ കാരണം കൊണ്ട് ശബ്ദത്തിൻ്റെ അനിത്യത്വമാണ് അല്ല സിദ്ധിക്കുന്നത്, പിന്നെയോ നിത്യത്വമാണ്. ഇതാണ് ജാതിവാദിയുടെ അഭിപ്രായം. അതെങ്ങനെ? അതിന് പ്രതിദൃഷ്ടാന്തം, ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിനെതിരായിട്ട് വേറെ ഒരു ദൃഷ്ടാന്തം കാണിക്കുന്നു. അത് ആകാശം പോലെ പ്രയത്നം കൊണ്ട് പ്രകടമാവുകയാൽ ശബ്ദം നിത്യമാണ് ആകാശം പോലെ. എവിടെയാണ് പ്രയത്നം കൊണ്ട് ആകാശം പ്രകടമാണത്? കിണറും മറ്റും കുഴിക്കുമ്പോൾ ആകാശം ഉണ്ടാകുന്നു, മണ്ണിൽ സ്പേസ്. ആ ആകാശത്തിലാണ് വെള്ളം വരണം എന്ന് കൂടണത്. ആ കിണർ കുഴിക്കുന്നതാണ് അവിടെ പ്രയത്നം. ഈ പ്രയത്നം കൊണ്ട് ആകാശം ഉണ്ടാകുന്നു. അവിടെ ഇല്ലാത്ത ആകാശമാണോ ഉണ്ടായത്, ഉള്ള ആകാശമാണോ ഉണ്ടായത്? അവിടെ മുൻപേ തന്നെ ഉണ്ടായിരുന്ന ആകാശമാണ് പ്രകടമായത്, ഇല്ലാത്ത ആകാശമല്ല. മണ്ണ് മൂടിക്കിടന്നിരുന്ന ആകാശം കിണർ കുഴിച്ചപ്പോൾ തെളിഞ്ഞു വന്നു, വെളിപ്പെട്ടു. മണ്ണ് നീക്കിയപ്പോൾ മണ്ണ് മൂടിക്കിടന്നിരുന്ന ആകാശം വെളിപ്പെടുകയാണ് ചെയ്തത്. ആകാശം പണ്ടേ അവിടെയുണ്ട്. ആ ആകാശം നിത്യമാണ്. നിത്യമായ ആകാശം അതിനെ മൂടിയിരുന്ന മണ്ണ് നീക്കുക എന്ന പ്രയത്നം കൊണ്ട് പ്രകടമായി. ഇങ്ങനെ പ്രയത്നം കൊണ്ട് പ്രകടമായതുകൊണ്ട് ആകാശം നിത്യമാണ്. പ്രയത്നം കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതല്ലല്ലോ ആകാശം, ഉള്ളതാണ് പ്രകടമായത്. പ്രയത്നം കൊണ്ട് പ്രകടമാവുകയാൽ ആകാശം നിത്യമാണ് എന്ന് വാദം. അതുപോലെ പ്രയത്നം കൊണ്ട് പ്രകടമാവുകയാൽ ശബ്ദവും നിത്യമാണ്. പ്രയത്നം കൊണ്ട് പ്രകടമാവുകയാൽ ഘടസാധർമ്മ്യം കൊണ്ട് ആകാശം അനിത്യമാണ് എന്ന് കാണിക്കുമ്പോൾ പ്രകാശം കൊണ്ട് പ്രകടമാവുകയാൽ ആകാശ സാദൃശ്യം കൊണ്ട്, ആകാശ സാധർമ്മ്യം കൊണ്ട് ശബ്ദം നിത്യമാണ് എന്ന് വാദിക്കുന്നു. ഇതാണ് ജാതിവാദിയുടെ താല്പര്യം. ഈ രണ്ടിനും ഉത്തരം പ്രദീപോപാദാന പ്രസംഗ നിവൃത്തി അത് വിനിവൃത്തി. പ്രദീപോപാദാന പ്രസംഗ നിവൃത്തിവത് തത് വിനിവൃത്തി. പ്രദീപ ഉപാദാന പ്രസംഗവത്. പ്രദീപം എന്ന് പറഞ്ഞാൽ വിളക്ക്, അതിൻ്റെ ഉപാദാനം എടുക്കൽ, സ്വീകരിക്കൽ. വിളക്കെടുക്കുക എന്നത്. ഈ വിളക്കെടുക്കൽ എന്തെങ്കിലും കാണാനാണല്ലോ വിളക്ക്. വല്ലതും കാണേണ്ട ആള് അത് കാണാൻ വേണ്ടി വിളക്ക് എടുക്കുന്നു. ഈ വിളക്ക് കാണാൻ വേണ്ടി അയാൾ വിളക്ക് എടുത്തിട്ടുണ്ടോ? പിന്നെ കാണാൻ വേണ്ടി എടുത്ത് വിളക്ക് കാണാൻ വിളക്കെടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ചോദിച്ചു പോകുന്നു. ഈ ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? എന്തെങ്കിലും കാണേണ്ട ആളത് കാണാനായിട്ട് വിളക്കെടുക്കുന്നു. ആ വിളക്ക് കാണാൻ അയാൾ വിളക്കെടുത്തിട്ടില്ലേ? വിളക്കെടുക്കേണ്ട ആവശ്യമില്ല. വിളക്ക് കാണാൻ വേറെ വിളക്ക് വേണ്ടല്ലോ. വിളക്ക് സ്വയം കാണപ്പെടുന്നു, അതിന് പ്രകാശം ഉള്ളത് കൊണ്ട് അത് കാണപ്പെടുന്നു. ആ വിളക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ വിളക്ക് കാണാൻ വേറെ വിളക്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നിടത്ത് അവസാനിക്കുന്നു. അതിനൊരു നിമിഷം നിലനിൽക്കാൻ കഴിയില്ല.
ഇതാണ് പ്രദീപോപാദാന പ്രസംഗ നിവൃത്തി. നിവൃത്തി എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാകലാണ്, ലോപിച്ചു പോകൽ, ഇല്ലാതെയാകലാണ് നിവൃത്തി. പ്രദീപോപാദാനത്തിന്റെ നിവൃത്തി, ഇത് കാണാൻ വേറെ വിളക്കെടുത്തു, ഇത് കാണാൻ വേറെ വിളക്കെടുത്തു എന്നുള്ള അത്തരം പ്രദീപോപാദാനങ്ങളുടെ ആലോചനകളല്ല, അതെല്ലാം അപ്പോൾ തന്നെ നിവർത്തിച്ചു പോകുന്നു. അതുപോലെ ഈ രണ്ട് ജാതികളും വിനിവൃത്തി വിശേഷേണ നിവർത്തിക്കുന്നു, തീരെ ഇല്ലാതെയായി പോകുന്നു എന്നർത്ഥം. വിളക്കെടുക്കുക എന്ന പ്രസംഗത്തിന്റെ നിവൃത്തി പോലെ ഈ പ്രസംഗസമത്തിന്റെ വിശേഷേണയുള്ള നിവൃത്തി സംഭവിക്കുന്നു. വിളക്ക് കാണാൻ വിളക്ക് വേണ്ടാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ അറിയേണ്ടതിനെ അറിയാൻ ദൃഷ്ടാന്തം ഉന്നയിക്കുന്നു. എന്തെങ്കിലും വസ്തു കാണാൻ വേണ്ടി വിളക്കെടുത്തതുപോലെയാണ് ദൃഷ്ടാന്തം ഉന്നയിക്കുന്നത്. സാധ്യത്തെ സാധിക്കാൻ ദൃഷ്ടാന്തം ഉന്നയിക്കുന്നു. അങ്ങനെ ദൃഷ്ടാന്തം ഉന്നയിക്കുമ്പോൾ അതിന് ദൃഷ്ടാന്തം പറയണം, അതിന് ദൃഷ്ടാന്തം പറയണം എന്നിങ്ങനെ പറയാൻ പാടില്ല. ദൃഷ്ടാന്തത്തിലുള്ള ഏതെങ്കിലും ധർമ്മത്തിന് ഉപപത്തി കാണിക്കണം, അതിന് പ്രമാണം പറയണം എന്നും പറയാൻ പാടില്ല. കാരണം ദൃഷ്ടാന്തം മനസ്സിലാക്കാൻ വേറെ ദൃഷ്ടാന്തം വേണ്ട. വിളക്കു കാണാൻ വേറെ വിളക്ക് വേണ്ടാത്തതുപോലെ ദൃഷ്ടാന്തത്തെ മനസ്സിലാക്കാൻ വേറെ ദൃഷ്ടാന്തം പറയേണ്ട ആവശ്യമില്ല. കാരണം പരീക്ഷകന്മാർക്കും ലൗകികന്മാർക്കും തുല്യമായ അറിവ് ഏത് വിഷയത്തിൽ ഉണ്ടോ ആ വിഷയത്തെയാണ് ദൃഷ്ടാന്തമായിട്ട് ഉന്നയിക്കുന്നത്. പണ്ഡിതന്മാർക്ക് മാത്രം അറിയുന്നതല്ല ദൃഷ്ടാന്തമായിട്ട് പറയുന്നത്, അതാരും ദൃഷ്ടാന്തമായിട്ട് പറയില്ല. പണ്ഡിതമാത്രവേദ്യമായ ഒരു വിഷയത്തെ ആരും ദൃഷ്ടാന്തമായിട്ട് പറയില്ല. പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും തുല്യമായി അറിയുന്ന വിഷയത്തെ മാത്രമേ ദൃഷ്ടാന്തമായിട്ട് പറയുള്ളൂ. ദൃഷ്ടാന്തത്തിന്റെ ലക്ഷണം തന്നെ അതാണല്ലോ, നിർവചനം തന്നെ അതാണല്ലോ. ലൗകികന്മാർക്കും പരീക്ഷകന്മാർക്കും ഒരുപോലെ അറിയുന്ന വിഷയമാണ് ദൃഷ്ടാന്തം എന്നതുകൊണ്ട് ആ ദൃഷ്ടാന്തത്തിന് ദൃഷ്ടാന്തം കാണിക്കേണ്ട ആവശ്യമില്ല. ദൃഷ്ടാന്തത്തിലെ ഏതെങ്കിലും ധർമ്മത്തിന് പ്രമാണം കാണിക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ പ്രമാണം ചോദിക്കൽ നിരർത്ഥകമാണ്, അപ്രസക്തമാണ്. അത് ചോദിക്കുന്നിടത്ത് തന്നെ നിവർത്തിച്ച് പോകുന്നു. ഇങ്ങനെ പ്രസംഗ സമജാതിക്ക് ഉത്തരം പറഞ്ഞു. ഈ പ്രതിദൃഷ്ടാന്തം, പ്രതിദൃഷ്ടാന്ത ഹേതുത്വേജ നാഹേതുർ ദൃഷ്ടാന്ത. പ്രതിദൃഷ്ടാന്ത ഹേതുത്വേജ, പ്രതിദൃഷ്ടാന്തത്തിന്റെ ഹേതുത്വ കാരണം, ഹേതുത്വേച്ച പ്രതിദൃഷ്ടാന്തം ഹേതു ആയിരിക്കുമ്പോഴും, പ്രതിദൃഷ്ടാന്തമായിട്ട് ഉന്നയിക്കുന്നതും സാധുവായ ഹേതുവിനെയാണ്. അസാധുവായ ഹേതുവിനെ ആരും പ്രതിദൃഷ്ടാന്തമായിട്ട് ഉന്നയിക്കില്ല. എപ്പോഴും സാധുവായ ഹേതുവാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് പ്രതിവാദി ഉന്നയിക്കുന്ന പ്രതിദൃഷ്ടാന്തത്തിലെ ഹേതു, അതിന്റെ ഹേതുത്വം നിരാകരിക്കാൻ പറ്റില്ല, അതിന് ഹേതുത്വം ഉണ്ട്. അതാണ് പ്രതിദൃഷ്ടാന്ത ഹേതുത്വേജ, പ്രതിദൃഷ്ടാന്തത്തിന് ഹേതുത്വം ഉള്ളപ്പോഴും. ന അഹേതുർ ദൃഷ്ടാന്ത ദൃഷ്ടാന്ത ന അഹേതു, ദൃഷ്ടാന്തം അഹേതുവാകുന്നില്ല. പ്രതിദൃഷ്ടാന്തത്തിന് ഹേതുത്വമുണ്ട് എങ്കിലും പ്രതിദൃഷ്ടാന്തത്തിന് ഹേതുത്വം ഉള്ളത് കൊണ്ട് ദൃഷ്ടാന്തം ഹേതു അല്ലാതാകുന്നില്ല. ദൃഷ്ടാന്തവും ഹേതു തന്നെയാണ്. ദൃഷ്ടാന്തം പ്രയോഗിച്ചപ്പോൾ അതിലെ സാധുവായ ഹേതു പ്രവർത്തിച്ച് വ്യാപരിച്ച് സാധ്യത്തെ സാധിച്ചു കഴിഞ്ഞു. മനസ്സിലാക്കേണ്ടവരെല്ലാം
സാധ്യത്തെ മനസ്സിലാക്കിയ ദൃഷ്ടാന്തം കേട്ടപ്പോ. ഇനി ഇവിടെ പ്രതിഹേതു ഉന്നയിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നർത്ഥം. അപ്പോ ഈ ഇതിന്റെ ഉദാഹരണം ഈ ദൃഷ്ടാന്തം ഉണ്ടായാലും പ്രതിദൃഷ്ടാന്തം ഉണ്ടായാലും ദൃഷ്ടാന്തത്തിന്റെ ഹേതുത്വത്തിന് ബാധ ഇല്ല. പ്രതിഷേധിക്കപ്പെടാത്ത സാധകമായതുകൊണ്ട് അത് ഹേതുവായിരിക്കുക തന്നെ ചെയ്യും. പ്രതിദൃഷ്ടാന്തത്തിന് വാസ്തവത്തിൽ ദൃഷ്ടാന്തത്തെ പ്രതിഷേധിക്കാൻ കഴിയില്ല. ദൃഷ്ടാന്ത പ്രതിഷേധത്തിനുള്ള സാമർഥ്യം പ്രതിഷ്ഠാന്തത്തിലില്ല. ഒരു ഹേതു ഉന്നയിച്ചു, അതിന് എതിരെ വേറൊരു ഹേതു ഉന്നയിച്ചു. എത്ര ഹേതു എതിരായി ഉന്നയിച്ചാലും വാദി ഉന്നയിച്ച ഹേതുവിന്റെ ഹേതുത്വം നിലനിൽക്കുന്നു. ആ ഹേതുത്വം നിരാകരിക്കാൻ പറ്റില്ല വേറെ ഹേതുക്കൾക്ക്. അങ്ങനെ ഈ പ്രതിഷ്ഠാന്തസമ എന്ന ജാതി എപ്പോഴും പരാജയപ്പെടുന്നു. അതിനൊരിക്കലും വാദത്തെ ഖണ്ഡിക്കാൻ കഴിയില്ല. അനുത്പത്തി സമജാതി. അനുത്പത്തി സമജാതി പ്രാഗുത്പത്തെ കാരണാഭാവാത് അനുത്പത്തി സമ. പ്രാഗുത്പത്തെ, ഉത്പത്തേ പ്രാഗ്. ഉത്പത്തെ ഉത്പത്തിക്ക്, പ്രാഗ് മുമ്പ്. ഉത്പത്തേ പ്രാഗ്, ഉത്പത്തിക്ക് മുൻപ്, ഉണ്ടാകുന്നതിന് മുൻപ്. കാരണ അഭാവാത്, കാരണം ഇല്ലാത്തത് കൊണ്ട് അനുത്പത്തി സമജാതി ഉദ്ഭവിക്കുന്നു. ഉത്പത്തിക്ക് മുമ്പ് കാരണത്തിന്റെ അഭാവം ഹേതുവായിട്ട് ഇവിടെ അനിത്യത്വത്തിന്റെ കാരണത്തെയാണ് പറയുന്നത്. അപ്പൊ കുടം ഉത്പത്തി ഉള്ളത് കൊണ്ട് അനിത്യമാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ കുടത്തിന്റെ ഉത്പത്തിക്ക് മുൻപ് അനിത്യത്വ ഹേതുവായ ഉത്പാദ്യത്വം അതിൽ ഉണ്ടോ? കൃതകത്വം അതിൽ ഉണ്ടോ? കൃതകത്വം എന്ന ഹേതു കുടത്തിന്റെ ഉത്പത്തിക്ക് മുമ്പേ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഉത്പത്തിക്ക് മുമ്പ് അതിൽ ഒരു ധർമ്മവും ഇല്ല. കുടം തന്നെ ഇല്ലാത്തത് കൊണ്ട് കുടത്തിന്റെ ധർമ്മങ്ങളും ഒന്നും ഇല്ല. അപ്പോ ഉത്പത്തിക്ക് മുൻപ് അനിത്യത്വത്തിന്റെ കാരണം ഇല്ലാത്തത് കൊണ്ട് നിത്യത്വം സിദ്ധിക്കുന്നു എന്നാണ് ജാതിവാദിയുടെ പക്ഷം. അനിത്യമല്ല, കാരണം അനിത്യ ഹേതു ഇല്ല, അനിത്യത്വ ഹേതു ഇല്ല. അതുകൊണ്ട് നിത്യത്വം സിദ്ധിക്കുന്നു. നിത്യത്വം ഒരിക്കൽ സിദ്ധിക്കുമ്പോഴോ അതിന് ഉത്പത്തി ഇല്ല എന്നും വരുന്നു. നിത്യമായതിന് ഉത്പത്തി ഇല്ലല്ലോ. അങ്ങനെ വാദിച്ച് ഖണ്ഡിക്കുന്നതാണ് അനുത്പത്തി സമ ജാതി. ശബ്ദം അനിത്യമാണ്, പ്രയത്നത്തെ തുടർന്ന് ഉണ്ടാകുന്നത് കൊണ്ട് കുടം പോലെ എന്ന് വാദം. ഉത്പത്തിക്ക് മുമ്പ് അനുത്പന്നമായ കുടത്തിൽ, അനുത്പന്നമായ ശബ്ദത്തിൽ പ്രയത്നത്തിന് ശേഷം ഉണ്ടാകുക എന്ന അനിത്യത്വ കാരണമില്ല. അപ്പൊ ശബ്ദം അനിത്യമാണ് പ്രയത്നത്തെ തുടർന്ന് ഉണ്ടാകുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രയത്നത്തെ തുടർന്ന് ഉണ്ടാവുക എന്ന അനിത്യത്വ ഹേതു ഉത്പത്തിക്ക് മുമ്പുള്ള അനുത്പന്നമായ ശബ്ദത്തിൽ ഇല്ല. ഇല്ലാത്തത് കൊണ്ട് നിത്യമാണ് എന്ന് കിട്ടുന്നു. അനിത്യത്വ ഹേതു ഇല്ലാത്തത് കൊണ്ട് നിത്യം, അനിത്യത്വ കാരണം ഇല്ലാത്തത് കൊണ്ട് നിത്യം. നിത്യമായതുകൊണ്ട് പിന്നെ അതിന് ഉത്പത്തിയും ഇല്ല എന്ന് ജാതിവാദം അനുത്പത്തി കൊണ്ട് ഖണ്ഡിക്കുന്നു. ഇങ്ങനെ ഖണ്ഡിക്കുന്നതാണ് അനുത്പത്തി സമ ജാതി. ഇതിനുത്തരം
തഥാഭാവാത് ഉത്പന്നസ്യ കാരണോപപത്തേർ ന കാരണപ്രതിഷേധഃ. ഉത്പന്നസ്യ തഥാഭാവാത്, ഉത്പന്നത്തിന്റെ, ഉത്പാദിപ്പിക്കപ്പെട്ടതിന്റെ, ഉത്പന്നമായതിന്റെ, തഥാഭാവാത്. ഇപ്പൊ ശബ്ദമാണെങ്കിൽ ഉത്പന്നമായ ശബ്ദത്തിന്റെ തഥാഭാവം, അതിന്റെ ശബ്ദസ്വരൂപം, ശബ്ദസ്വരൂപത്തോടു കൂടിയ നിലയാണ് തഥാഭാവം, ശബ്ദത്തിന്റെ തഥാഭാവം. ആ നില ഹേതുവായിട്ട് ഉത്പന്നമായ ശബ്ദത്തിന്റെ ശബ്ദസ്വരൂപത്തോടു കൂടിയ നില ഹേതുവായിട്ട് കാരണോപപത്തേ, കാരണത്തിന്റെ ഉപപത്തി മൂലം, പ്രയത്നാനന്തരം ഉണ്ടായി എന്ന കാരണം ആ ശബ്ദത്തിന് യോഗ്യമായതുകൊണ്ട്, ഉപപത്തി അവിടെ യോഗ്യത ചേർച്ചയാണ്. പ്രയത്നാനന്തരം ഉണ്ടായി എന്ന കാരണം ശബ്ദത്തിന് യോഗ്യം ആയതുകൊണ്ട്, പ്രയത്നം കൊണ്ട് ശബ്ദസ്വരൂപത്തോടു കൂടിയ ശബ്ദം ഉണ്ടായി. ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ പ്രയത്നാനന്തരം ഉണ്ടായി എന്ന കാരണം ശബ്ദത്തിന് യോഗ്യം ആയതുകൊണ്ട് കാരണപ്രതിഷേധ എന്ന, കാരണമില്ല എന്ന വാദം നിലനിൽക്കുകയില്ല. കാരണം എന്നാൽ അനിത്യത്വത്തിന്റെ കാരണം, പ്രയത്നത്തിൽ നിന്ന് ഉണ്ടാവുക എന്നതാണ് ഇവിടെ കാരണമായിട്ട് ഉന്നയിച്ചത്, അനിത്യത്വത്തിന്റെ കാരണമായിട്ട് ഉന്നയിച്ചത്. ആ കാരണം പ്രതിഷേധിക്കപ്പെടുന്നില്ല എന്നർത്ഥം. അങ്ങനെ അനിത്യത്വത്തിന്റെ കാരണം ആയ ഈ പ്രയത്നത്തിൽ നിന്നുണ്ടാവുക എന്നത് ശബ്ദത്തിൽ ഉള്ളതുകൊണ്ട് അനിത്യത്വവും ഉണ്ട് എന്ന് സാരം. ഉത്പത്തിക്ക് മുമ്പ് ശബ്ദം ഇല്ലാത്തത് കൊണ്ട് നിത്യത്വമോ അനിത്യത്വമോ ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. ഉത്പത്തിക്ക് മുമ്പ് ധർമ്മി ഇല്ലാത്തത് കൊണ്ട് ഒരു ധർമ്മവും ഇല്ല. ഉത്പത്തി പൂർവം, ഉത്പത്തിക്ക് മുമ്പ് ഏത് ധർമ്മിയുടെയും ധർമ്മം ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. ഉത്പന്നമായതിൻ്റെ ധർമ്മം ചിന്തിക്കുന്നതിന് മാത്രമേ അർത്ഥമുള്ളൂ. ഉത്പത്തിക്ക് മുമ്പ് ശബ്ദമില്ലാത്തത് കൊണ്ട് നിത്യത്വ അനിത്യത്വങ്ങൾ ചിന്തിക്കുന്നത് ഉചിതമല്ല. ഉത്പത്തിക്ക് മുമ്പ് കാരണമില്ലാത്തത് കൊണ്ട് എന്ന ജാതിവാദം നിരർത്ഥകമാകുന്നു. സംശയസമ എന്ന ജാതി, സംശയസമ ജാതി. സാമാന്യ ദൃഷ്ടാന്തയോ ഐന്ദ്രിയകത്വേ സമാനേ നിത്യാനിത്യ സാധർമ്മ്യാത് സംശയസമ. സാമാന്യ ദൃഷ്ടാന്തയോ ഐന്ദ്രിയകത്വേ, സാമാന്യത്തിൻ്റെയും ദൃഷ്ടാന്തത്തിൻ്റെയും ഐന്ദ്രിയകത്വത്തിൽ, ഐന്ദ്രിയകത്വം എന്നാൽ ഇന്ദ്രിയത്തിന് വിഷയമാവുക എന്നത്. ഇന്ദ്രിയത്തിന് വിഷയമാകുന്നത് ഐന്ദ്രിയകം, അതിൻ്റെ ഭാവം ഐന്ദ്രിയകത്വം. ഈ ഐന്ദ്രിയകത്വം സാമാന്യ ദൃഷ്ടാന്തയോ സമാനേ, സാമാന്യത്തിനും ദൃഷ്ടാന്തത്തിനും ഐന്ദ്രിയകത്വം സമാനമാണ്. സാമാന്യം എന്നിവിടെ പറഞ്ഞത് അപരസാമാന്യത്തെയാണ്. പരസാമാന്യം അപരസാമാന്യം എന്ന് സാമാന്യം രണ്ടു വിധം, ഇത് നമ്മൾ പണ്ട് ചർച്ച ചെയ്ത വിഷയമാണ്. പരസാമാന്യം എന്ന് പറയുന്നത് സത്തയാണ്, ഉണ്മ,
ഇതുണ്ട് എന്ന ബോധത്തെ ജനിപ്പിക്കുന്നതാണ് പരസാമാന്യം. ഇത് ഇന്നത് എന്ന ബോധം ജനിപ്പിക്കുന്നതാണ് അപരസാമാന്യം. പരസാമാന്യം ഒന്നേ ഉള്ളൂ, അപരസാമാന്യം അസംഖ്യം ഉണ്ട്. അപരസാമാന്യം കൊണ്ടാണ് വസ്തുവിനെ തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിന്റെ കാരണമായത് അപരസാമാന്യം, ഇത് ഇന്നത് എന്ന ബോധത്തെ ജനിപ്പിക്കുന്നതാണ് അപരസാമാന്യം. ഈ അപരസാമാന്യത്തെയാണ് സൂത്രത്തിൽ സാമാന്യം എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ദൃഷ്ടാന്തം, ഉദാഹരണമായിട്ട് പറയുന്ന വസ്തു. ഈ അപരസാമാന്യത്തിന് ജാതി എന്ന് പേരുണ്ട്. ആ ജാതിക്കും ദൃഷ്ടാന്തമായിട്ട് പറയുന്ന വസ്തുവിനും ആണ് ഐന്ദ്രിയകത്വം സമാനമായിട്ടുള്ളത്. മനുഷ്യൻ എന്ന് നമ്മൾ പറയും. മനുഷ്യനിൽ മനുഷ്യത്വം എന്ന ജാതി ഉണ്ട്. മനുഷ്യത്വ ജാതിമാനാണ് മനുഷ്യൻ. മനുഷ്യത്വം എന്ന ജാതിയോട് കൂടിയവൻ മനുഷ്യൻ. ഗോത്വം എന്ന ജാതിയോട് കൂടിയത് ഗോവ്. ഇങ്ങനെ ജാതി, അപരസാമാന്യം. ഈ സാമാന്യത്തെ മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ കാണുന്നു, മനുഷ്യത്വം കാണാതെ മനുഷ്യ കാണാൻ പറ്റില്ലല്ലോ. മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യത്വവും കാണുന്നു, ഗോവിനെ കാണുമ്പോൾ ഗോത്വവും കാണുന്നു. ഇങ്ങനെ എല്ലായിടത്തും ഈ സാമാന്യത്തെയും ദൃഷ്ടാന്തത്തെയും ഒരുമിച്ചാണ് കാണുന്നത്. അപ്പൊ ഐന്ദ്രിയകത്വം എന്ന ധർമ്മം സാമാന്യത്തിനും ദൃഷ്ടാന്തത്തിനും തുല്യമാണ്. എന്നാൽ ഐന്ദ്രിയകമായ ദൃഷ്ടാന്തം അനിത്യമാണ്, ഐന്ദ്രിയകമായ ജാതി നിത്യമാണ്. ദൃഷ്ടാന്തം നശിക്കുമ്പോൾ ജാതി നശിക്കുന്നില്ല, മനുഷ്യൻ നശിക്കുമ്പോൾ മനുഷ്യത്വം എന്ന ജാതി നശിക്കുന്നില്ല. ജാതി ആകൃതി വിശിഷ്ടനായ വ്യക്തിയെയാണ് മനുഷ്യൻ എന്ന് നിർദ്ദേശിക്കുന്നത്. നമ്മൾ കാണുന്ന മനുഷ്യൻ ജാതി ആകൃതി വിശിഷ്ടൻ, ജാതിയോടും ആകൃതിയോടും കൂടിയവൻ. മനുഷ്യത്വം എന്ന ജാതിയോടും അതിന് തക്ക ആകൃതിയോടും കൂടിയ ജീവിയാണ് മനുഷ്യൻ. ഗോത്വം എന്ന ജാതിയോടും അതിന് ചേരുന്ന ആകൃതിയോടും കൂടിയതാണ് ഗോവ് എന്ന വ്യക്തി. ഇതാണ് ജാതി ആകൃതി വിശിഷ്ടനായ വ്യക്തി എന്ന് പറയുന്നത്. ഈ വ്യക്തി നശിക്കുമ്പോൾ ജാതി നശിക്കുന്നില്ല, ജാതി പിന്നെയും വേറെ വ്യക്തികളിലുണ്ട്. ജാതി എപ്പോഴും ഉണ്ടായിരിക്കുന്നു. ഐന്ദ്രിയകത്വം എന്ന ധർമ്മം സമാനമാണെങ്കിലും സാമാന്യം നിത്യവും ദൃഷ്ടാന്തം അനിത്യവും ആണ്. ഐന്ദ്രിയകത്വേ സമാനേ നിത്യാനിത്യ സാധർമ്മ്യ, നിത്യത്തോടും അനിത്യത്തോടും സാധർമ്മ്യം ഉള്ളതുകൊണ്ട് സംശയസമഃ. സാമാന്യ ദൃഷ്ടാന്തയോ, സാമാന്യത്തിനും ദൃഷ്ടാന്തത്തിനും, സാമാന്യം ജാതി, അപരസാമാന്യം ദൃഷ്ടാന്തം കടം മുതലായ വ്യക്തി, ഇതിന് ഐന്ദ്രിയകത്വം സമാനമായതുകൊണ്ട് കണ്ണിന് വിഷയം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാവുക എന്നത് സമാനം ആയതുകൊണ്ട് മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യത്വം എന്ന ജാതിയെയും കാണുന്നു. അതുപോലെ ദൃഷ്ടാന്തമായി പറയാറുള്ള കുടവും കാണുന്നു. ഇതെല്ലാം കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നു. എല്ലാം ചാക്ഷുഷ വിഷയങ്ങൾ ആണ്. ഇതിൽ ജാതി നിത്യവും ദൃഷ്ടാന്തം അനിത്യവും ആണ്. ഇങ്ങനെ നിത്യാനിത്യ സാധർമ്മ്യാത്, നിത്യത്തോടും അനിത്യത്തോടും സാധർമ്മ്യം ഉള്ളതുകൊണ്ട് നിത്യമോ അനിത്യമോ എന്ന് ശങ്കയുണ്ടാവില്ലേ എന്ന പക്ഷമാണ് സംശയസമ ജാതി. അപ്പോൾ ഒരു വിഷയം ഐന്ദ്രിയകം ആയതുകൊണ്ട് അനിത്യമാണ് എന്നൊരു വാദം ഉന്നയിച്ചാൽ ഐന്ദ്രിയകമായ
ജാതി അപരസാമാന്യം നിത്യമാണ്. അതുകൊണ്ട് വാദി പറയുന്ന സാധ്യവും എന്തുകൊണ്ട് ജാതി പോലെ അനിത്യം ആയിക്കൂടാ? ചാക്ഷുഷമായ ജാതി നിത്യമായതുകൊണ്ട് ചാക്ഷുഷമായ വേറെ വിഷയങ്ങൾക്കും ജാതി പോലെ നിത്യത്വം ഉണ്ടാകാമല്ലോ എന്ന് ഇതിന് പ്രതിവാദം. അങ്ങനെ നിത്യാനിത്യ സാധർമ്മ്യ, നിത്യത്തോടും അനിത്യത്തോടും സാധർമ്മ്യം ഉള്ളതുകൊണ്ട് നിത്യമോ അനിത്യമോ എന്ന ശങ്കയാണ് ഉണ്ടാകുന്നത് എന്ന പക്ഷമാണ് സംശയ സമജാതി. ഇപ്പൊ ശബ്ദത്തിന് നിത്യമായ ജാതിയോടും അനിത്യമായ ഗുണത്തോടും ഇന്ദ്രിയ വിഷയത്വം എന്ന ധർമ്മം തുല്യമായി ഉണ്ട്. അപ്പോൾ ശബ്ദം കുടം പോലെ അനിത്യമോ ജാതി പോലെ നിത്യമോ? കുടത്തിനുള്ള ദൃഷ്ടാന്തം ശബ്ദം നിത്യമാണോ അനിത്യമാണോ എന്ന് ഇന്ദ്രിയകത്വം എന്ന ധർമ്മം കൊണ്ട് അറിയാൻ കഴിയില്ല. ശബ്ദം നിത്യമാണോ അനിത്യമാണോ എന്ന സംശയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ശബ്ദം കുടം പോലെ അനിത്യമോ ജാതി പോലെ നിത്യമോ ആയിക്കൂടെ എന്നാണ് ജാതിവാദി ചോദിക്കുന്നത്. ഇതിന് ഉത്തരം സാധർമ്യാത് സംശയേ ന സംശയോ വൈധർമ്യാത് ഉഭയഥാവാ സംശയേ അത്യന്ത സംശയ പ്രസംഗ. സാധർമ്യാത് സംശയേ, സാധർമ്മ്യം കൊണ്ട് സംശയം ഉണ്ടാകുമ്പോൾ, വൈധർമ്യാത് ന സംശയ, വൈധർമ്മ്യം കൊണ്ട് സംശയം ഇല്ലാതെയാവും. ഉഭയഥാവാ സംശയേ, ഇനി രണ്ടു വിധത്തിലും സംശയമാണ്. സാധർമ്മ്യം കൊണ്ടും വൈധർമ്മ്യം കൊണ്ടും സംശയമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത്യന്ത സംശയ പ്രസംഗ, അത്യന്ത സംശയം, നിത്യമായ സംശയം, ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത, സമാധാനം കാണിക്കാൻ കഴിയാത്ത സംശയമായിരിക്കും. ആ സംശയം ആർക്കും ഒരു വിദ്യ കൊണ്ടും തീർക്കാൻ കഴിയില്ല. സാമാന്യസ്യ അപ്രതിഷേധ. അങ്ങനെ സംശയ പ്രസംഗ. തുടർന്ന് പറഞ്ഞു നിത്യത്വ അഭ്യുപഗമച്ച സാമാന്യസ്യ അപ്രതിഷേധ. നിത്യത്വ അനഭ്യുപഗമാത്, നിത്യത്വത്തിന്റെ അനഭ്യുപഗമം സ്വീകരിക്കുക. നിത്യത്വം സ്വീകരിക്കുന്നില്ല എങ്കിലും നിത്യത്വസ്യ അനഭ്യുപഗമാത്, നിത്യത്വം സ്വീകരിക്കുന്നില്ലെങ്കിലും സാമാന്യസ്യ പ്രതിഷേധ, സാമാന്യത്തിന്റെ സമാനധർമ്മത്തിന്റെ, ഇവിടെ സമാനധർമ്മം എന്നാണ് സാമാന്യത്തിന്റെ അർത്ഥം, സമാനധർമ്മത്തിന്റെ പ്രതിഷേധം ഉണ്ടാവുകയില്ല. ശബ്ദവും ജാതിയും ഒരുപോലെ ഇന്ദ്രിയഗ്രാഹ്യമാണ് എന്ന സാധർമ്മ്യം ശേഷിക്കും. ശബ്ദവും ജാതിയും ഒരുപോലെ ഇന്ദ്രിയഗ്രാഹ്യമാണ് എന്ന സാധർമ്മ്യം എപ്പോഴും നിലനിൽക്കും എന്നർത്ഥം. പൊക്കം വണ്ണം മുതലായിട്ടുള്ള സമാന ലക്ഷണങ്ങൾ കൊണ്ട് മുമ്പിലുള്ളത് മനുഷ്യനോ മരക്കുറ്റിയോ എന്ന സംശയം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാലും വിശേഷധർമ്മങ്ങളായിട്ടുള്ള കയ്യേ കാല് മുതലായവ കാണുമ്പോൾ ഇത് മനുഷ്യനാണ്, മരക്കുറ്റിയല്ല എന്ന നിശ്ചയം ഉണ്ടാകും. വെളിച്ചം കൊണ്ടുപോയി നോക്കുമ്പോൾ കയ്യും കാലൊന്നും കാണുന്നില്ല എങ്കിൽ മനുഷ്യനല്ല, മരക്കുറ്റിയാണ് എന്ന നിശ്ചയവും ഉണ്ടാകുന്നു. അതാണ് സമാനധർമ്മം കൊണ്ട് സംശയം ഉണ്ടായാലും
വിരുദ്ധധർമ്മം കൊണ്ട്, വൈധർമ്മ്യം കൊണ്ട് സംശയമില്ലാതാകുന്നു എന്ന് പറഞ്ഞത്. വിരുദ്ധധർമ്മം കൊണ്ട് സംശയം നീങ്ങും. ഇങ്ങനെ സാമാന്യധർമ്മം കൊണ്ടുണ്ടാകുന്ന സംശയം വിശേഷധർമ്മത്താൽ ഇല്ലാതെയാകുന്നു. ഇതുപോലെ തന്നെ ശബ്ദം നിത്യമോ അനിത്യമോ എന്ന സംശയം ശബ്ദം പ്രയത്നജന്യമാണ് എന്ന വിശേഷധർമ്മജ്ഞാനത്താൽ നീങ്ങുന്നു. നിത്യമായ ജാതി പ്രയത്നജന്യമല്ല, അതാരും പ്രയത്നിച്ചുണ്ടാക്കിയതല്ല. പ്രയത്നത്തെ തുടർന്നുണ്ടായതല്ല ജാതി. ജാതിക്ക് ഉത്പത്തിയില്ല. എന്നാൽ ശബ്ദം പ്രയത്നത്തെ തുടർന്ന് ഉണ്ടായതാണ്. അപ്പൊ കുടം പോലെ അനിത്യമാണോ, ജാതി പോലെ നിത്യമാണോ ശബ്ദം എന്ന സംശയത്തിൽ? ശബ്ദത്തിൽ വിശേഷധർമ്മം, ജാതിയിൽ ഇല്ലാത്ത ധർമ്മം, ആ ധർമ്മം പരിഗണിക്കണം. അതാണ് പ്രയത്നത്തെ തുടർന്ന് ഉണ്ടാവുക, ഉണ്ടാക്കപ്പെട്ടതായിരിക്കുക, ഈ ധർമ്മം. ഇത് ജാതിയിൽ ഇല്ല, ശബ്ദത്തിൽ ഉണ്ട്. അപ്പൊ നിത്യമായ ജാതി പ്രയത്നം കൊണ്ടുണ്ടായതല്ല, ശബ്ദം പ്രയത്നം കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് ജാതി പോലെ നിത്യമല്ല, എന്നെയോ കുടം പോലെ അനിത്യമാണ് എന്ന് തീരുമാനം വരുന്നു. വിശേഷധർമ്മം കൊണ്ട് തീരുമാനം വരുന്നു. ഇങ്ങനെ വിരുദ്ധധർമ്മം അറിഞ്ഞാലും സംശയം തീരുന്നില്ലെങ്കിൽ സമാനധർമ്മത്തിന് നാശമില്ലാത്തത് കൊണ്ട് സംശയം തുടരും. സമാനധർമ്മം എപ്പോഴും ഉണ്ട്, അതില്ലാണ്ടാവില്ല ഒരിക്കലും. ആ സമാനധർമ്മത്തെയും അറിയുന്നു. വിശേഷധർമ്മം കൊണ്ട് സംശയം തീരുന്നുമില്ല എങ്കിൽ അങ്ങനെ സംശയം നിത്യമായിരിക്കും. അങ്ങനെ നിത്യമായ സംശയം ആർക്കും ഉണ്ടാകാറില്ല. എല്ലാവർക്കും വിരുദ്ധധർമ്മം കൊണ്ട് തീരുമാനം വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ സമാനധർമ്മം നിലനിൽക്കെ തന്നെ വിശേഷധർമ്മം കൊണ്ട് സംശയം തീരും എന്നതാണ് പരമാർത്ഥം. ഇതാണ് ലോകത്തിലെ യാഥാർത്ഥ്യം. ഇങ്ങനെ സംശയസമജാതിക്ക് ഉത്തരം. പ്രകരണസമജാതി. ഉഭയസാധർമ്മ്യാ പ്രക്രിയാസിദ്ധേ പ്രകരണസമ എന്ന് പ്രകരണസമജാതിയുടെ ലക്ഷണം. ഉഭയസാധർമ്മ്യാ പ്രക്രിയാസിദ്ധേ. ഉഭയ സാധർമ്മ്യാ, ഉഭയം വെച്ചാൽ രണ്ടും. ഉഭയസാധർമ്മ്യാത്, രണ്ടിനോടും സാധർമ്മ്യം ഉള്ളതുകൊണ്ട്. പക്ഷത്തിന് ദൃഷ്ടാന്തത്തോടും പ്രതിദൃഷ്ടാന്തത്തോടും സാധർമ്മ്യം ഉള്ളതുകൊണ്ട്. ഉഭയം എന്ന് പറഞ്ഞത് ദൃഷ്ടാന്തം പ്രതിദൃഷ്ടാന്തം എന്ന രണ്ടിനെയാണ്. ദൃഷ്ടാന്തത്തോടും പ്രതിദൃഷ്ടാന്തത്തോടും സാധർമ്മ്യാ, പക്ഷത്തിന്റെ, പക്ഷസ്യ സാധർമ്മ്യാ, പക്ഷത്തിന് ദൃഷ്ടാന്തത്തോടും പ്രതിദൃഷ്ടാന്തത്തോടും ഒരുപോലെ സാധർമ്മ്യം ഉള്ളതുകൊണ്ട്. വരാതിരിക്കലാണ് പ്രകരണം തുടർന്നു പോകൽ, അല്ലെങ്കിൽ പ്രക്രിയ തുടർന്നു പോകൽ എന്ന് പറയുന്നത്. അതാണ് പ്രക്രിയാസിദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ പ്രക്രിയ സിദ്ധിക്കുന്നത് കൊണ്ട് പ്രകരണസമജാതി ഉണ്ടാകും. ശബ്ദത്തിൽ അനിത്യത്വം സാധിക്കാൻ കുടം പോലെ കൃതകമായതുകൊണ്ട് എന്ന പക്ഷം ഉന്നയിക്കുന്നു. കൃതകത്വം കുടത്തിലുമുണ്ട്, ശബ്ദത്തിലുമുണ്ട്. അവിടെ ദൃഷ്ടാന്തത്തോട് സാധർമ്മ്യം, ഘടത്തിൽ ഘടദൃഷ്ടാന്തത്തോട് പക്ഷമായ ശബ്ദത്തിന് സാധർമ്മ്യം ഉണ്ട്. അതുപോലെ
തന്നെ ആകാശ സാധർമ്യവുമുണ്ട്. അസ്പർശവത്തായതുകൊണ്ട് നിത്യമാണ് ആകാശം പോലെ എന്ന് പ്രതിവാദം വരുന്നു, എതിർവാദം വരുന്നു. അതും ശരിയാണ്. അസ്പർശവത്വം എന്ന ധർമ്മം നിത്യമായ ആകാശത്തിലുണ്ട്, അതുതന്നെ ശബ്ദത്തിലുമുണ്ട്. അപ്പൊ ആ സാധർമ്യം കുടത്തിലുള്ള സാധർമ്യത്തിനെതിരായിട്ട് വരുന്നു. ഇങ്ങനെ ഘടസാധർമ്മ്യത്താൽ അനിത്യത്വവും ആകാശ സാധർമ്മ്യത്താൽ നിത്യത്വവും തുല്യമായി ഉന്നയിക്കപ്പെടുന്നു. അങ്ങനെ ഉന്നയിക്കപ്പെടുമ്പോൾ പക്ഷപ്രതിപക്ഷങ്ങളുടെ പ്രവൃത്തി തുടർന്നു പോകും. പക്ഷപ്രതിപക്ഷങ്ങളുടെ പ്രവൃത്തിയെയാണ് പ്രക്രിയ എന്ന് പറയുന്നത്. പക്ഷവും പ്രതിപക്ഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് വിജയിച്ചാൽ ഈ പ്രവൃത്തി നിൽക്കും, ഒന്ന് സ്ഥാപിക്കപ്പെട്ടാൽ മറ്റേത് ഉപലംബിക്കപ്പെട്ടു. അപ്പൊ ഏതെങ്കിലും ഒന്ന് സ്ഥാപിക്കപ്പെടുന്നത് വരെയാണ് ഈ പ്രക്രിയ തുടരുക. ആ സ്ഥാപിക്കുമ്പോൾ തന്നെയാണ് നിർണയം എന്ന് പറയുക. അപ്പൊ നിർണയം വരുന്നതുവരെ പ്രക്രിയ തുടരുന്നു, പക്ഷപ്രതിപക്ഷങ്ങളുടെ പ്രവൃത്തി തുടരുന്നു. പക്ഷപ്രതിപക്ഷങ്ങളുടെ പ്രവൃത്തിക്കാണ് പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ നിത്യമോ അനിത്യമോ എന്ന സംശയം, പ്രക്രിയ സിദ്ധിക്കുന്നു, പ്രക്രിയ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം നിത്യമോ അനിത്യമോ എന്ന സംശയം തുടർന്നു പോകുന്നു, ആ വിഷയത്തിൽ തീരുമാനം വന്നിട്ടില്ല എന്നാണ്. അങ്ങനെ ഈ ചിന്ത തുടർന്നു പോകുന്നു. അതിനെയാണ് പ്രകരണം എന്ന് പറയുക. സംശയം ഉണ്ടാകുന്നത് മുതൽ നിർണയം ഉണ്ടാകുന്നത് വരെയുള്ള ചിന്തയെ പ്രകരണം എന്ന് വിളിക്കുന്നു. സംശയം തുടങ്ങുന്നത് മുതൽ നിർണയം ഉണ്ടാകുന്നത് വരെയുള്ള ചിന്ത പ്രകരണം എന്ന് പറയപ്പെടുന്നു. നിർണയത്തിൽ എത്താനാണ് ചിന്തിക്കുന്നത്. ആ ചിന്ത എപ്പോൾ അവസാനിക്കും? അത് നിർണയം ഉണ്ടാകുമ്പോഴേ അവസാനിക്കുള്ളൂ. നിർണയം ഉണ്ടാകുന്നത് വരെ ചിന്ത തുടരും, പ്രകരണം തുടർന്നുകൊണ്ടേ പോകും. പ്രകരണ സംശയം തന്നെയാണ്. ചിന്ത തുടർന്നുകൊണ്ട് പോകുന്നത് സംശയമുള്ളത് കൊണ്ടാണല്ലോ. ഇപ്പൊ ചിന്ത തുടർന്നു പോകുന്നു എന്ന് പറയുമ്പോൾ സംശയം എന്നർത്ഥം. ഇങ്ങനെ ഉഭയസാധർമ്മ്യം, ദൃഷ്ടാന്തത്തോടും പ്രതിദൃഷ്ടാന്തത്തോടും പക്ഷത്തിന് തുല്യമായി ഉള്ള സാധർമ്മ്യം, സമാനധർമ്മത്തോടു കൂടി ഇരിക്കുക എന്നത് പ്രകരണത്തിന് തുല്യമാണ്. പ്രകരണം അതുകൊണ്ട് തുടർന്നു പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സാധർമ്മ്യം ദൃഷ്ടാന്തത്തോടും പ്രതിദൃഷ്ടാന്തത്തോടും തുല്യമായി ഉണ്ടായിരിക്കുക പക്ഷത്തിന് എന്നത് പ്രകരണത്തിന് സമമാണ്. പ്രകരണം അതുകൊണ്ട് തുടർന്നു പോകുന്നതുകൊണ്ട്. അപ്പൊ വാദി ഉന്നയിക്കുന്ന ദൃഷ്ടാന്തം പ്രകരണത്തിനപ്പുറം പോകുന്നില്ല. അത് പ്രകരണമായി തന്നെ എന്ന് പറഞ്ഞാൽ വാദി ഉന്നയിച്ച ദൃഷ്ടാന്തത്തിനെതിരായിട്ട് തുല്യ ബലമുള്ള പ്രതിദൃഷ്ടാന്തം ഉന്നയിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് സംശയം വന്നത്. രണ്ടിനോടും പക്ഷത്തിന് സാദൃശ്യമുണ്ട്, സാധർമ്യമുണ്ട്. അതാണ് ഉഭയസാധർമ്യം എന്ന് പറഞ്ഞത്. പക്ഷപ്രതിപക്ഷങ്ങളോട് ദൃഷ്ടാന്ത പ്രതിദൃഷ്ടാന്തങ്ങളോട് പക്ഷത്തിനുള്ള തുല്യമായ സാധർമ്യം. അതുകൊണ്ട് ഈ പക്ഷം അങ്ങനെയോ ഇങ്ങനെയോ എന്ന സംശയം ഉണ്ടായി, തീരുമാനം വരുന്നില്ല. നിത്യമോ, ശബ്ദം നിത്യമോ അനിത്യമോ. അപ്പൊ അതിൻ്റെ അർത്ഥം ഈ ഉന്നയിച്ച ദൃഷ്ടാന്തം തീരുമാനം വരുത്താൻ പര്യാപ്തമല്ല, തീരുമാനം വരുത്താൻ കഴിവുള്ളതല്ല. അത് പ്രകരണത്തിന് തുല്യമാണ്. ഇങ്ങനെ ദൃഷ്ടാന്തങ്ങൾ ഉന്നയിച്ചാൽ ഈ ചിന്ത തുടർന്നു പോവുകയുള്ളൂ, തീരുമാനത്തിൽ എത്തില്ല.
അപ്പൊ തീരുമാനം വരുത്താൻ വേണ്ടിയുള്ള ചിന്തയ്ക്ക് അപ്പുറം പോകാത്തത്, അതായത് തീരുമാനം വരുത്താത്തത് ആയിരിക്കുന്നു വാദം എന്നാണ് ഇവിടെ ജാതിവാദി പറയുന്നത്. ഇതാണ് പ്രകരണ സമജാതി. പ്രകരണത്തിന് തുല്യമാണ് ഈ പറഞ്ഞത് എന്ന് വാദിക്കുന്നതാണ് പ്രകരണ സമജാതി. ഇവിടെ എന്താണ് ജാതിവാദി ചെയ്തത്? വാദി ഉന്നയിച്ച ദൃഷ്ടാന്തത്തിനെതിരായിട്ട് ഇയാൾ പ്രതിദൃഷ്ടാന്തം ഉന്നയിച്ചു. ഇങ്ങനെ പ്രതിദൃഷ്ടാന്തം ഉന്നയിച്ച് അല്ലെങ്കിൽ പ്രതിഹേതു ഉന്നയിച്ച് പൂർവാനുമാനത്തെ ഖണ്ഡിക്കുന്നു. വാദി കൊണ്ടുവരുന്ന അനുമാനത്തെ പൂർത്തിയാകാൻ അനുവദിക്കാതെ വാദി ഉന്നയിക്കുന്ന ഹേതുവിനെതിരെ ഹേതു, വാദി ഉന്നയിക്കുന്ന ദൃഷ്ടാന്തത്തിനെ ദൃഷ്ടാന്തം, ഇങ്ങനെ കൊണ്ടുവന്ന് ഖണ്ഡിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ദൃഷ്ടാന്തത്തിനെതിരെ പ്രതിദൃഷ്ടാന്തം ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ ഹേതുവിനെതിരെ പ്രതിഹേതു ഉന്നയിക്കുന്നു. ഇതാണ് പ്രകരണ സമ എന്ന ജാതിയുടെ ലക്ഷണം. നേരത്തെ പറഞ്ഞ സംശയസമയില് ഹേതുവും പ്രതിഹേതുവും തുല്യമാണെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതല്ല. ഇതാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. രണ്ട് ഹേതുക്കളും, ഹേതുവും പ്രതിഹേതുവും തുല്യമാണ് എന്ന് കാണിക്കുക സംശയസമ. പ്രതിഹേതു ഉന്നയിച്ച് ഹേതുവിനെ എതിർക്കുന്നത് പ്രകരണസമ. ഇതാണ് ഈ രണ്ട് ജാതികൾ തമ്മിൽ വ്യത്യാസം. ഇനി ഇതിന് ഉത്തരം. സമയം കഴിഞ്ഞു അല്ലേ? കൂടി പറഞ്ഞു നിർത്താം. പ്രതിപക്ഷാത് പ്രകരണസിദ്ധേ പ്രതിഷേധ അനുപപത്തി പ്രതിപക്ഷ ഉപപത്തേ. പ്രതിപക്ഷത്തിൽ നിന്ന് പ്രകരണം സിദ്ധിക്കുമ്പോൾ പ്രതിഷേധത്തിന് ഉപപത്തിയില്ല. പ്രതിപക്ഷം, പ്രതിവാദി ഉന്നയിക്കുന്ന പക്ഷം, അതിൽ നിന്ന് പ്രകരണം സിദ്ധിച്ചു എന്ന് വിചാരിക്കുക. തീരുമാനം വന്നു. പ്രതിഹേതു ഉന്നയിച്ചപ്പോൾ പ്രകരണം അവസാനിച്ചു, സംശയം തീർന്നു, നിർണയം വന്നു. അങ്ങനെ നിർണയം വന്നാൽ പ്രതിഷേധ അനുപപത്തി. പിന്നെ വാദി പറഞ്ഞ് പ്രതിഷേധിച്ചു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതിനെതിരായ പക്ഷം സ്ഥാപിക്കൽ കഴിഞ്ഞോടെ. വാദിയുടെ പക്ഷത്തിനെതിരായ പക്ഷം സമർത്ഥിക്കൽ കഴിഞ്ഞിരിക്കുന്നു, സ്ഥാപിക്കൽ കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് പ്രതിപക്ഷ ഉപപത്തേ. പ്രതിപക്ഷത്തിന്റെ ഉപപത്തി കൊണ്ട്, ഉപപത്തിക്ക് അവിടെ സ്ഥാപനം എന്നർത്ഥം പറയാം, സമർത്ഥനം. അങ്ങനെ ഈ പ്രതിപക്ഷം കൊണ്ട്, വാദിയുടെ പക്ഷത്തിന് എതിരായ പക്ഷം കൊണ്ട്, പ്രതിപക്ഷം കൊണ്ട് പ്രകരണം സിദ്ധിക്കുന്നു എങ്കിൽ അവിടെ എതിരായ യുക്തി ശരിയാണ് എന്ന് തെളിയും, പ്രതിവാദം ശരിയാണ് എന്ന് തെളിയും. അപ്പൊ വാദമേ നിരാകരിക്കപ്പെട്ടു. പിന്നെ ആ വാദം നിലനിൽക്കില്ല, പ്രതിവാദം ശരിയാണെന്ന് വന്നു. ഇനി അങ്ങനെ വരുന്നില്ല എങ്കിലോ, പ്രതിവാദിയുടെ വിരുദ്ധ പക്ഷത്താൽ നിർണയം വരുന്നുവെങ്കിൽ സാധ്യാഭാവം സ്ഥാപിക്കപ്പെട്ടു, വാദി ഉന്നയിക്കുന്ന സാധ്യം നിരാകരിക്കപ്പെട്ടു, അവിടെ അതിന്റെ അഭാവം സമർത്ഥിക്കപ്പെട്ടു. അപ്പൊ പ്രകരണം സമാപിക്കും. ഇല്ലെങ്കിലോ, ഈ പ്രതിവാദം ഉന്നയിച്ചിട്ട് അതുകൊണ്ടും തീരുമാനം വരുന്നില്ല, പിന്നെയും പ്രകരണം തുടരണം, നിർണയം വരുന്നില്ല. ഇങ്ങനെ പ്രതിവാദം കൊണ്ടും നിർണയം വരുന്നില്ല എങ്കിൽ പ്രതിവാദത്തിന് വാദത്തേക്കാൾ ബലമില്ല, പ്രതിപക്ഷത്തിന് പക്ഷത്തേക്കാൾ ബലം ഇല്ല. പ്രതിപക്ഷം നിഷ്ഫലം ആണ്.
എന്നാണ് സിദ്ധിക്കുന്നത്. അപ്പോൾ പ്രതിവാദിയും അവിടെ പരാജയപ്പെട്ടു. അയാൾക്ക് നിർണയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇതിൻ്റെ ശരിയായ അവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പരമാർത്ഥം എന്താണെന്ന് നോക്കാം ഈ വാദങ്ങളുടെ. ശബ്ദം അസ്പർശവത്വം കൊണ്ട് ആകാശം പോലെ നിത്യമാണ്. ഇതാണല്ലോ ശബ്ദാനിത്യത്വവാദത്തിനെതിരായിട്ട് ഉന്നയിക്കുന്ന വാദം, അതിന്റെ പ്രതിപക്ഷം. ശബ്ദാനിത്യത്വ പക്ഷത്തിന്റെ പ്രതിപക്ഷം ശബ്ദം അസ്പർശവത്വം കൊണ്ട് ആകാശം പോലെ നിത്യമാണ് എന്നാണ്. ഇവിടെ ശബ്ദത്തിൽ അസ്പർശവത്വം എന്ന ധർമ്മം ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചിന്തിക്കണം. അസ്പർശവത്വം കൊണ്ട് ആകാശം പോലെ നിത്യമാണെന്നാണല്ലോ പറഞ്ഞത്. ഈ അസ്പർശവത്വം ഉണ്ടോ ശബ്ദത്തിൽ? ശബ്ദത്തിൽ അസ്പർശവത്വം ഇല്ല എന്നതാണ് പരമാർത്ഥം. ശക്തി തരംഗമായതുകൊണ്ട് ശബ്ദം സ്പർശവത്താണ്. കൈവച്ച് നോക്കിയാൽ അറിയാം. സ്പീക്കറിൽ നിന്ന് ശബ്ദം പുറപ്പെടുമ്പോ അതിന്റെ തൊട്ടടുത്ത് മുമ്പിലൊന്ന് കൈ കൊണ്ട് നോക്കുക, കൈ ഇങ്ങനെ പിടിച്ചു നോക്കുക. കയ്യിൽ ശബ്ദ തരംഗങ്ങളുടെ സ്പർശം കിട്ടും. വായുവിൽ കൂടി സഞ്ചരിക്കുന്ന ശബ്ദോർജത്തിന്റെ തരംഗങ്ങളാണ് ശബ്ദം എന്ന് പറയപ്പെടുന്നത്. സൗണ്ട് എനർജി ഇത് ആകാശത്തിൽ കൂടി സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ഈ ശക്തി തരംഗങ്ങൾക്ക് സ്പർശവത്വമുണ്ട് എന്ന് നമുക്ക് സ്പർശം കൊണ്ട് തന്നെ തൊട്ടറിയാം. ഒരു വിഷമില്ല. അതുകൊണ്ട് അസ്പർശവത്വം എന്ന ഗുണം ശബ്ദത്തിലില്ല. ഇത് ഒരു പ്രത്യക്ഷം. ഈ കൈവച്ചറിഞ്ഞ പ്രത്യക്ഷമാണല്ലോ. അങ്ങനെ ശബ്ദത്തിന്റെ അസ്പർശവത്വം നിരാകരിക്കപ്പെടുന്നു. ഇനി അസ്പർശവത്വം കൊണ്ട് ആകാശം പോലെ നിത്യമാണ് ശബ്ദം എന്നാണല്ലോ പറഞ്ഞത്. ആകാശത്തിന് നിത്യത്വം എന്ന ധർമ്മം ഉണ്ടോ? ആകാശം നിത്യത്വധർമ്മിയാണോ അതോ അനിത്യത്വധർമ്മിയാണോ എന്ന് ഇനി നോക്കാം. ആകാശം എന്ന് പറയുന്നത് ഉത്ക്രാന്തിയുടെ ഒന്നാം ഘട്ടത്തിൽ തത്വമസി പ്രകരണത്തിൽ പറയുന്ന സത്തിന്റെ ഉത്ക്രാന്തി. സത്ത് ആദിബോധമാണ്. അതിനെ അസ്ഥിതാമാത്രമായ വസ്തു എന്ന് ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ നിർദ്ദേശിക്കുന്നു. ഭാഷ്യകാരൻ അസ്ഥിതാമാത്രമായ വസ്തു എന്ന് സത്തിനെ വിശേഷിപ്പിക്കുന്നു. ഉണ്ട് എന്ന് മാത്രം പറയാൻ കഴിയുന്ന വസ്തു, ഉണ്മ മാത്രമായിട്ടുള്ള വസ്തു, കേവലമായിട്ടുള്ള ഉണ്മ. ഇതുണ്ട് എന്നല്ലാതെ അതിനെപ്പറ്റി വേറൊന്നും പറയാൻ കഴിയില്ല. ഇതിന് പൊക്കമില്ല, വണ്ണമില്ല, വ്യാപ്തമില്ല, ഭാരമില്ല, ഒരു ഗുണങ്ങളും ഇല്ല. ഇങ്ങനെ ഒരു വസ്തു, ഇതാണ് സത്ത്. അത് സങ്കല്പിച്ചു. എന്താണ് ഞാൻ ജഗത്താവട്ടെ, ഞാൻ ക്രമിക്കട്ടെ എന്ന് സങ്കല്പിക്കുന്നു. അപ്പോൾ ഉത്ക്രാന്തി ആരംഭിച്ചു. ഉത്ക്രമണം അതിൻ്റെ സ്വഭാവമായതുകൊണ്ടാണ് അത് സങ്കല്പിച്ചപ്പോഴേക്കും ഉത്ക്രാന്തി ആരംഭിച്ചത്, അല്ലാതെ ആരംഭിക്കില്ല. അപ്പൊ ഈ സത്തിന്റെ സ്വഭാവമാണ് ഉത്ക്രമിക്കുക എന്നത്. ഉത്ക്രമണ സ്വഭാവമുള്ള വസ്തുവാണ് സത്ത്. അതുകൊണ്ട് സങ്കല്പിച്ചപ്പോഴേക്കും ഉത്ക്രാന്തി തുടങ്ങി. എങ്ങനെ തുടങ്ങി? തുടക്കത്തിൽ എന്താ സംഭവിച്ചത്? അസ്ഥിതാമാത്രമായ വസ്തു ബോധമണ്ഡലമായിട്ട് വികസിക്കുന്നു. ആദ്യം ഉണ്ടാവുന്നതാണ് ബോധമണ്ഡലം. ഈ ബോധമണ്ഡലം ഉണ്ടാകുമ്പോഴാണ് ദേശകാലം ഉണ്ടാകുന്നത്. അസ്ഥിതാമാത്രമായ സത്ത് സങ്കല്പം കൊണ്ട് ഉത്ക്രാന്തി ആരംഭിച്ച്
ആ ഉത്ക്രാന്തിയുടെ പ്രാരംഭ ബിന്ദുവിൽ തുടങ്ങുന്നിടത്ത് ബോധമണ്ഡലം ആകുമ്പോൾ ദേശകാലം ഉണ്ടാകുന്നു. അപ്പോൾ ദേശം കാലം എന്ന് രണ്ടിന് പറയാറില്ല, ദേശവും കാലവും കൂടിയ ഒന്ന്. ദേശകാല അനുസ്യൂതം അല്ലെങ്കിൽ ദേശകാല നൈരന്തര്യം, സ്പേസ് ടൈം കണ്ടിന്യൂം എന്നാണ് സയൻസിന്റെ ഭാഷ. ചതുർമാനമായ ദേശകാല അനുസ്യൂതം, 4 ഡൈമെൻഷണൽ സ്പേസ് ടൈം കണ്ടിന്യൂം. ദേശത്തിന്റെ 3 മാനങ്ങള്, കാലമെന്നും 4ാമത്തെ മാനം, ഇങ്ങനെ 4 മാനങ്ങൾ. ഇനി ഹിഡൻ ഡൈമെൻഷൻസ് ഉണ്ട് എന്ന സിദ്ധാന്തമുണ്ട്, അതിരിക്കട്ടെ, അങ്ങോട്ട് നമുക്കിപ്പോൾ പോകണ്ട. ഗൂഢമാനങ്ങൾ ഉണ്ട് ഇതിന്, ദേശകാലത്തിന് 10 മാനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ദേശത്തിന് മാത്രം. കാലത്തിൻ്റെത് 11ാമത്തെയാണ്. അങ്ങനെ 11 മാനങ്ങളുള്ള ദേശകാല നൈരന്തര്യം, ദേശകാല അനുസൃതമാണ് ഇപ്പോൾ സയൻസിലുള്ളത്. എന്തായാലും ഇതുണ്ടാകുന്നത് എപ്പോഴ്? ഉത്ക്രാന്തിയുടെ ആരംഭ ബിന്ദുവിൽ സത്ത് ബോധമണ്ഡലം ആയപ്പോഴാണ് ദേശകാലം ഉണ്ടായത്. മണ്ഡലമാണെങ്കിൽ ദേശകാലം ഇല്ലാണ്ട് വരില്ലല്ലോ. അപ്പൊ ദേശകാലം ഉണ്ടായി. ദേശകാലത്തോടു കൂടിയാണ് ഈ മണ്ഡലം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ മണ്ഡലത്തോടു കൂടിയാണ് ദേശകാലം ഉണ്ടായത്. അതിനു മുമ്പ് ദേശകാലം ഇല്ല. സത്ത് മാത്രമായിട്ടിരുന്നപ്പോൾ ദേശകാലം ഉണ്ടായിരുന്നില്ല. അപ്പൊ ദേശകാലത്തിന് ഉത്പത്തിയുണ്ട്. ഉത്പത്തി ഉള്ളത് കൊണ്ട് നാശമുണ്ടായി. ഉത്പന്നമായതൊക്കെയും ഇനി വിപരിണമിച്ച് ഇല്ലാതെയാകും. പരിണമിച്ചുണ്ടായതൊക്കെയും വിപരിണമിച്ച് ഇല്ലാതെയാകും. എവല്യൂഷനെതിരായിട്ട് ഇൻവല്യൂഷൻ സംഭവിക്കും. അത് പിന്നെ ഇവോൾവ് ചെയ്യും, പിന്നെ ഇൻവോൾവ് ചെയ്യും, പിന്നെ ഇവോൾവ് ചെയ്യും. ഇത് മുറയ്ക്ക് നടക്കുന്നു. എവല്യൂഷൻ, ഇൻവല്യൂഷൻ. അപ്പൊ ഇതെല്ലാം ഇൻവല്യൂഷനിൽ കൂടി ഇല്ലാതെയാകാനുള്ളതാണ്. ഈ ദേശകാലവും ഇല്ലാതെയാകും. ജഗത്ത് മുഴുവനും ലയിച്ച് ഇനി സത്ത് മാത്രമാകുമ്പോൾ ഇപ്പോൾ ദേശകാലം ഉണ്ടായിരിക്കില്ല. അപ്പൊ ആകാശം എന്നത് ഇല്ലാതെയാകുന്നത് കൊണ്ട് ആകാശം നിത്യമല്ല എന്ന് നിശ്ചയം. ഇങ്ങനെ ആകാശത്തിന് ഉത്പത്തി ഉള്ളത് കൊണ്ട് ആകാശത്തിനും നാശമുണ്ട് എന്നതാണ് വാസ്തവം. ഇനി അസ്പർശവത്വം എന്ന ഹേതുവിന് നിത്യത്വത്തെ സാധിക്കാൻ സാമർഥ്യമുണ്ടോ? ഇല്ല. അസ്പർശവത്വം നിത്യത്വത്തെ സാധിക്കുന്നില്ല എന്നും പ്രത്യക്ഷമാണ്. എങ്ങനെ? ജ്ഞാനം അസ്പർശമാണ്. ജ്ഞാനത്തെ ആർക്കും തൊടാൻ പറ്റില്ലല്ലോ. ഇത് ആകാശം പോലെ സന്ദിഗ്ധമല്ല, സുനിശ്ചിതമായിട്ടുള്ള വസ്തുതയാണ്. അറിവിനെ തൊടാൻ കഴിയില്ല എന്നുള്ളത്. അപ്പൊ ജ്ഞാനം അസ്പർശം, അസ്പർശവത്താണ്. അസ്പർശം എന്ന ധർമ്മത്തോടു കൂടി അതിന് തൊടാൻ കഴിയില്ല. പക്ഷേ അതിന് നാശമുണ്ട് എന്ന് കാണുന്നു. ഒരു സമയത്ത് പഠിച്ചത് പിന്നെ ഒരു സമയത്ത് മറന്നുപോയി. അപ്പോൾ ഉണ്ടായിരുന്ന ജ്ഞാനം ഇല്ലാതെയായി. പഠിച്ചപ്പോൾ ജ്ഞാനം ഉണ്ടായി, ഇല്ലാത്ത ജ്ഞാനമാണ് ഉണ്ടായത്. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഒന്നും അറിയില്ല, ശിശുവിനൊന്നും അറിയില്ലല്ലോ. പിന്നെ കേട്ടറിയുന്നു, കേട്ടത് മറന്നു പോകുന്നു, തൊട്ടറിയുന്നു, തൊട്ടതിനെയും മറന്നു പോകുന്നു. ഇങ്ങനെ ജ്ഞാനത്തിന് നാശമുണ്ട്. ജ്ഞാനം അസ്പർശവത്താണെങ്കിലും അനിത്യമാണ് എന്ന് അനുഭവം, പ്രത്യക്ഷം. അതുകൊണ്ട് അസ്പർശവത്വം നിത്യത്വത്തെ സാധിക്കുന്ന ഹേതുവല്ല. അസ്പർശവത്വത്തിന് പറയുന്ന ഹേതുത്വം ഇല്ല. അതുകൊണ്ട് ഈ വാദങ്ങളെല്ലാം മിഥ്യാവാദങ്ങളാണ്. ഇതിനെയെല്ലാം നമ്മൾ ശാസ്ത്രമാക്കി വെച്ചാൽ ആ ശാസ്ത്രം കപട ശാസ്ത്രമായിരിക്കും,
സച്ഛാസ്ത്രം ആയിരിക്കില്ല. ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാവുന്ന അവസാനത്തെ വാക്ക്. ഇവിടെ നിർത്താം.